നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ ലക്ഷ്യമിടുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഭവന സന്ദർശനത്തിന് ഇടുക്കി ജില്ലയിൽ തുടക്കമായി. 2026 ആദ്യത്തെ താലൂക്ക് വികസന സമിതി യോഗം തൊടുപുഴ സിവിൽ സ്റ്റേഷനിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടുകൊമ്പന്മാർ റോഡിലിറങ്ങുന്ന പ്രവണത വർദ്ധിച്ചത് ആശങ്കയാകും. മൂന്നാറിൽ വീണ്ടും വിനോദസഞ്ചാരികൾക്ക് നേരെ കയ്യേറ്റം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്നാർ നഗർ റോഡിലായിരുന്നു സംഭവം നടന്നത്. അടിമാലി വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രം കാട് കയറി നശിക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ ലക്ഷ്യമിടുന്ന നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഭവന സന്ദർശനത്തിന് ഇടുക്കി ജില്ലയിൽ തുടക്കമായി. വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ KG സൈമണിന്റെ തൊടുപുഴയിലെ വസതിയിലാണ് സന്നദ്ധ പ്രവർത്തകരെത്തി ആദ്യം വിവരശേഖരണം നടത്തിയത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ കത്തും ബ്രോഷറും കൈമാറി. സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ജില്ലാ നിർവഹണ സമിതി അംഗം KK ഷാജി, തൊടുപുഴ നിയോജകമണ്ഡലം ചാർജ് ഓഫീസർ ബിജു സെബാസ്റ്റ്യൻ എന്നിവരും സന്നിഹിതരായിരുന്നു. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഭവന സന്ദർശനത്തിന് ഇടുക്കി ജില്ലയിൽ തുടക്കമായി. വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ KG സൈമണിന്റെ തൊടുപുഴയിലെ വസതിയിൽ വെച്ചാണ് സന്നദ്ധ പ്രവർത്തകരെത്തി ആദ്യ വിവരണം നടത്തിയത്. അദ്ദേഹത്തിന് മന്ത്രിയുടെ കത്തും ബ്രോഷറും കൈമാറി. കവിയും എഴുത്തുകാരനുമായ അനികുമാർ തൊടുപുഴയുടെ മുതലക്കൊടുത്ത വീട്ടിലും പദ്ധതിയുടെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകർ സന്ദർശനം നടത്തി. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് യഥാവിധി എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകരാണ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള വിവരശേഖരണത്തിന് ഭവന സന്ദർശനം നടത്തുന്നത്. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ചെയർമാനായുള്ള സമിതിയാണ് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നിയമസഭാ നിയോജകമണ്ഡലം തലത്തിൽ ചാർജ് ഓഫീസർമാർ പരിശീലനത്തിന്റെയും ഭവന സന്ദർശനത്തിന്റെയും മേൽനോട്ടം നിർവഹിക്കുന്നു. പക്ഷെ അത് എത്രത്തോളം നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ സാധാരണ ആൾക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ സാധാരണ ആൾക്കാരിലേക്ക് ഈ സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ സാധാരണക്കാർ ഇപ്പോൾ പപ്പായ്ക്ക് പെൻഷൻ മേടിക്കുന്നുണ്ട് എല്ലാ മാസവും, എല്ലാ പ്രാവശ്യവും പെൻഷൻ പപ്പായ്ക്ക് മുടങ്ങാറില്ല. അത് പപ്പായെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം. അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്കും പപ്പായ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അത് അപ്പൊ ഇത്തരത്തിലുള്ള ആക്കി അപ്പൊ അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. ഈ മാസം 2000 രൂപ കിട്ടിയോ? ഡിസംബർ മാസം കിട്ടി. എല്ലാ വികസനങ്ങളും നടത്തണം, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ഇനി ചെയ്തു തരാനുണ്ട് എന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങളത് രേഖപ്പെടുത്തും. ഞങ്ങളത് സർക്കാരിലേക്ക് അയച്ചു കൊടുക്കും. അപ്പൊ അത് നമുക്ക് സർക്കാർ അത് നമുക്ക് നടപ്പിലാക്കി തരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ ഓരോ വീടുകളിൽ കൂടെ കയറി നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾ എഴുതിക്കൊണ്ട് പോയി അത് മൊബൈൽ ആപ്പ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നേരിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും. നമുക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ നടത്തി തരും. സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ജില്ലാ നിർവഹണ സമിതി അംഗം KK ഷാജി, തൊടുപുഴ നിയോജകമണ്ഡലം ചാർജ് ഓഫീസർ ബിജു സെബാസ്റ്റ്യൻ എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 2026 ആദ്യത്തെ താലൂക്ക് വികസന സമിതി യോഗം തൊടുപുഴ സിവിൽ സ്റ്റേഷനിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. നഗരസഭാ ചെയർപേഴ്സണും മറ്റ് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും പങ്കെടുത്തു. കൂടാതെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. നഗരത്തിലെ ട്രാഫിക്കും ബ്ലേഡ് മാഫിയയുടെ പ്രവർത്തനവും ചർച്ചയായി. അതിന് കൈവശം അത് വില്ലേജോ ഇങ്ങനെ വളരെയധികം ജനസംഖ്യ ഉള്ളതുകൊണ്ട് വീടിന്റെ സ്ഥലം ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്താണ്. മൂന്നാർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ സന്ദർശക രജിസ്റ്റർ സ്ഥാപിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് നിർദ്ദേശം. ഓഫീസ് സമയം കഴിഞ്ഞ് ചില സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പുറമെ നിന്നുള്ളവർ എത്തി മദ്യപാനം, ചീട്ടുകളി തുടങ്ങിയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന പരാതിയെ തുടർന്നാണ് പുതുതായി സ്ഥാനമേറ്റെടുത്ത പ്രസിഡന്റ്
എസ് വിജയകുമാർ പ്രവർത്തന സമയം ഉൾപ്പെടെ വിവരങ്ങൾ സൂക്ഷിക്കാൻ ഓരോ വകുപ്പിനും നിർദ്ദേശം നൽകിയത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ്, NRG, ഹോമിയോ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഒരേ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നത്. വിവിധ ഓഫീസുകളിലെ പ്രധാന ഉദ്യോഗസ്ഥർ ജോലി കഴിഞ്ഞു പോയ ശേഷമാണ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചിലരുടെ നേതൃത്വത്തിൽ പുലർച്ചെ വരെ നീളുന്ന മദ്യപാനം ഉൾപ്പെടെ നടക്കുന്നതെന്നാണ് പരാതി. ഈ സാഹചര്യത്തിലാണ് മൂന്നാർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ സന്ദർശക രജിസ്റ്റർ സ്ഥാപിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശമുണ്ടായിട്ടുള്ളത്. പ്രവർത്തന സമയത്ത് ഉൾപ്പെടെ എത്തുന്നവരുടെ വിവരങ്ങൾ സൂക്ഷിക്കാനാണ് ഓരോ വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നാളുകളായി നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനായാണ് സന്ദർശക രജിസ്റ്റർ കർശനമാക്കിയതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടുകൊമ്പന്മാർ റോഡിലിറങ്ങുന്ന പ്രവണത വർദ്ധിച്ചത് ആശങ്കയാവുന്നു. കഴിഞ്ഞ ദിവസം മറയൂർ ചിന്നാർ റോഡിലിറങ്ങിയ വിരിക്കൊമ്പൻ എന്ന കാട്ടാന ഏറെ സമയം ഗതാഗത തടസ്സം തീർത്തു. മൂന്നാർ ഉദുമൽപ്പെട്ട അന്തർ സംസ്ഥാന പാതയിൽ കന്നിമലയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം സമാന രീതിയിൽ യാത്രക്കാരെ വഴി തടഞ്ഞിരുന്നു. കഴിഞ്ഞ വേനൽക്കാലത്ത് കാട്ടുകൊമ്പൻ വിരിക്കൊമ്പന്റെ ശല്യം മറയൂർ ചിന്നാർ റോഡിൽ രൂക്ഷമായിരുന്നു. മഴ മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടുകൊമ്പന്മാർ റോഡിലേക്കിറങ്ങി ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മറയൂർ ചിന്നാർ റോഡിലിറങ്ങിയ വിരിക്കൊമ്പൻ എന്ന കാട്ടാന ഏറെ സമയം ഗതാഗത തടസ്സം തീർത്തു. 1 മണിക്കൂറോളം സമയം യാത്രക്കാർ പെരുവഴിയിൽപ്പെട്ടു. കാട്ടാന പിൻവാങ്ങിയതോടെയാണ് പിന്നീട് ഇവരുടെ യാത്ര സാധ്യമായത്. കാട്ടാന റോഡിലിറങ്ങിയെങ്കിലും കൂടുതൽ പരാക്രമങ്ങൾക്ക് മുതിരാതിരുന്നത് ആശ്വാസമായി. കഴിഞ്ഞ വേനൽക്കാലത്ത് കാട്ടുകൊമ്പൻ വിരിക്കൊമ്പന്റെ ശല്യം മറയൂർ ചിന്നാർ റോഡിൽ രൂക്ഷമായിരുന്നു. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കന്നിമലയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം സമാന രീതിയിൽ യാത്രക്കാരെ വഴിതടഞ്ഞിരുന്നു. വേനൽ കനക്കുന്നതോടെ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാനശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക വനയാത്രികർക്കുണ്ട്. കഴിഞ്ഞ വർഷം ഈ പാതയിൽ കാട്ടുകൊമ്പൻ പടയപ്പിയും നിരവധി തവണ ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു. അതേസമയം റോഡിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുമ്പോൾ അത് നിരീക്ഷിച്ച് യാത്രക്കാർക്ക് കൃത്യമായി വിവരം നൽകാനുള്ള വനംവകുപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും ആവശ്യമുണ്ട്. കൈകൊട്ടിപ്പാടി പാതിരാപ്പൂച്ചൂടി തിരുവാതിര ആഘോഷിച്ചു. തൊടുപുഴ വടക്കുമുറി മയൂകം തിരുവാതിര സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉത്രം റെസിഡൻസിയിലാണ് തിരുവാതിര അവതരിപ്പിച്ചത്. മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീജ രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി ആളുകളാണ് തിരുവാതിര കളി കാണുവാൻ എത്തിയത്. വടക്കമുറി മാതൃസമിതിയുടെ മയൂകം തിരുവാതിര സംഘവും ശ്രീ മൂകാംബിക കൈകൊട്ടിക്കളി സംഘവും ചേർന്നാണ് തിരുവാതിരയും കൈകൊട്ടിക്കളിയും അവതരിപ്പിച്ചത്. വടക്കുമുറി മാതൃസമിതി അംഗവും മുനിസിപ്പൽ കൗൺസിലറുമായ അഡ്വക്കേറ്റ് ശ്രീജ രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവാതിര നാളിൽ നിങ്ങൾ എനിക്ക് നൽകിയ ഈ സ്വീകരണം വളരെയധികം വളരെയധികം സന്തോഷം നൽകുന്നു. അതേപോലെ തന്നെ ഈ എല്ലാ പ്രാവശ്യവും ഈ ധനുമാസ തിരുവാതിര കളിയിൽ എൻ്റെ ഒരു ഗ്രൂപ്പും കൂടെ കളിക്കാറുള്ളതായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ചാളുകൾക്ക് ശാരീരിക അസ്വസ്ഥതകളും മറ്റുമുള്ളതിന് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കളിക്കാൻ സാധിക്കുന്നില്ല. അടുത്ത പ്രാവശ്യം ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഈ തിരുവാതിര മഹോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും. സന്തോഷ് ഉത്രം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ CEO ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ ജയകിഷൻ, ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ യമുന ജയകിഷൻ, GM സൂരജ് തോമസ്, AGM ഗോകുൽ നാരായണൻ, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിപിന ചന്ദ്രൻ, കല എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂന്നാറിൽ വീണ്ടും വിനോദസഞ്ചാരികൾക്ക് നേരെ കയ്യേറ്റം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്നാർ നഗർ റോഡിലായിരുന്നു സംഭവം നടന്നത്. സംഭവത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു.
വിനോദസഞ്ചാരത്തിലെത്തിയ ചെന്നൈ സ്വദേശികൾക്ക് നേരെ ആക്രമണമുണ്ടായതായാണ് പരാതി. സംഘത്തിലുണ്ടായിരുന്ന യുവതിയെ നെഞ്ചിൽ പിടിച്ചു തള്ളിയതായി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ മൂന്നാർ ടൗണിലെ ഓട്ടോ ഡ്രൈവറായ ലക്ഷ്മി എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിൽ സുധാകരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 കാറിലായി 10 പേരടങ്ങുന്ന സംഘമാണ് മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയത്. ഇതിൽ ഒരു കാർ സുധാകരന്റെ ഓട്ടോറിക്ഷയുമായി ഉരസി. ഇതേ തുടർന്ന് സഞ്ചാരികളുമായി വാക്കുതർക്കമുണ്ടായി. ഇതിൽ ഇടപെടാൻ ശ്രമിച്ച സംഘത്തിലുണ്ടായിരുന്ന യുവതിയെ നെഞ്ചിൽ പിടിച്ചു തള്ളിയതായാണ് പരാതി. മൂന്നാർ SHO വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. നേരത്തെ പള്ളിവാസൽ, ടോപ്പ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തിരുന്നു. വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സഞ്ചാരികൾക്ക് ഏതു സമയത്തും സഹായത്തിനായി പോലീസുമായി ബന്ധപ്പെടാമെന്നും മൂന്നാർ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മലബാർ ഗോൾഡ് തണൽ ഫാർമസിയുടെ 28ാമത്തെ ഫാർമസി തൊടുപുഴ KKR ജംഗ്ഷനിൽ M ടവർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മലബാർ ഗോൾഡ് റീജിയണൽ ഡയറക്ടർ ജെറാൾഡ് മാനുവൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അതേ നിലവാരത്തോടെയുള്ള മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇനി മുതൽ തൊടുപുഴ തണൽ ഫാർമസിയിൽ നിന്ന് ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കോഴിക്കോട് കേന്ദ്രമായുള്ള തണലും മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് കേരളത്തിലുടനീളം ആരംഭിക്കുന്ന തണൽ ഫാർമസിയുടെ തൊടുപുഴയിലെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നത് ആരോഗ്യ ജീവകാരുണ്യ മേഖലയിൽ കഴിഞ്ഞ 2.5 വർഷമായി പ്രവർത്തിക്കുന്ന തൊടുപുഴ ദയ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്നും നേരിട്ട് വാങ്ങി ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. മലബാർ ഗോൾഡ് തണൽ ഫാർമസിയുടെ 28ാമത്തെ ഫാർമസി തൊടുപുഴ KKR ജംഗ്ഷനിൽ M ടവർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഈ രണ്ട് മുദ്രയും സംബന്ധിച്ചിടത്തോളം മലബാർ ഗോൾഡായാലും തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയാലും നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ജീവകാരുണ്യ മേഖലയിൽ ഇത്രയും സ്തുത്യർഹമായ പ്രവർത്തനം നടത്തുന്ന 2 സ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് സംസ്ഥാനത്ത് എല്ലായിടത്തും സർവ്വസാന്നിധ്യമായി മാറിയിട്ടുണ്ട്. സാധാരണക്കാരുടെ ഇടയിൽ, പാവപ്പെട്ടവരുടെ ഇടയിൽ, ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാത്ത മുഴുവൻ ആളുകൾ സൗജന്യ നിരക്കിൽ സേവനം നൽകി വരുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട്. അത് കിടപ്പ് രോഗികൾ മുതൽ വലിയ രോഗങ്ങൾക്ക് വിധേയരായിപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയിലേക്ക് പോകുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സഹായഹസ്തമേകുന്ന ഒട്ടനവധി പദ്ധതികൾ. അതിലൊക്കെ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ പലപ്പോഴും പങ്കുവഹിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ അവരുടെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും വലിയവനായി എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. മലബാർ ഗോൾഡ് തൊടുപുഴ ഷോറൂം ഹെഡ് ജെറാൾഡ് മാനുവൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചടങ്ങിൽ ഭവന നിർമ്മാണത്തിനായി മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ധനസഹായവും വിതരണം ചെയ്തു. തൊടുപുഴ തണൽ ചാപ്റ്റർ ചെയർമാൻ PP കാസി മൗലവി സ്വാഗതം ആശംസിച്ചു. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ES മൂസ അധ്യക്ഷത വഹിച്ചു. തണൽ ഫാർമസി ഗ്രൂപ്പ് വടകരയിലെ അബിൻ ഭാസ്കർ പദ്ധതി വിശദീകരണം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് TC രാജു തരണയിൽ, വാർഡ് കൗൺസിലർ ഷാഹുൽ ഹമീദ് എന്നിവർ ആശംസകൾ നേർന്നു. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഹസൻ AP നന്ദി രേഖപ്പെടുത്തി. ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഇവിടെ 20% വരെ വിലക്കുറവാണുള്ളത്. ജനറിക് മരുന്നുകൾക്ക് ഫാർമസിയിൽ 50% വരെയും വിലക്കുറവുണ്ട്. തണൽ ഫാർമസിയുടെ ഉദ്ഘാടനത്തിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും മുഴുവൻ നാട്ടുകാരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ട്രൂ വാല്യൂ ഷോറൂമിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. പുതുവർഷം കൂടുതൽ ഓഫറുകളോടെ മെഗാ സെയിൽ തുടരുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ വിൽപ്പന ശൃംഖലയുടെ വിശ്വാസ്യതയോടെ ഇനി കാറുകൾ വാങ്ങാം. തൊടുപുഴ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷന് സമീപം ഊന്നുകൽ റോഡിലാണ് പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂം.
ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ വിൽപ്പന ശൃംഖലയാണ് ട്രൂ വാല്യൂ. ട്രൂ വാല്യൂവിന്റെ വിശ്വാസ്യതയോടൊപ്പം കുറഞ്ഞ വിലയിൽ മികച്ച കാറുകളാണ് പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിൽ വിൽപ്പന നടത്തുന്നത്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ആരംഭിച്ച മെഗാ സെയിൽ തുടരുകയാണ്. മെഗാ സെയിലിൽ മികച്ച ഡിസ്കൗണ്ടും ആക്സസറീസും ലഭിക്കും. കൂടാതെ കൂടുതൽ കാർ കളക്ഷനും ഒരുക്കിയിരിക്കുന്നു. 50,000 രൂപ മുതൽ 10 ലക്ഷത്തിന് മുകളിൽ വരെയുള്ള കാറുകൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഫിനാൻസ് സൗകര്യവും എക്സ്ചേഞ്ച് ചെയ്യുവാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. കഴിഞ്ഞ മാസം ക്രിസ്മസ് ന്യൂ ഇയർ മേള നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് പുതിയത് വരികയും അവർക്ക് ആവശ്യമുള്ള സ്റ്റോക്കുകളും ഉള്ള വണ്ടികൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് അത് തുടർന്നും അവർക്ക് ഓഫർ വേണം, ഈ മേളയുടെ ആനുകൂല്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് നമുക്ക് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ന്യൂ ഇയറിനോടനുബന്ധിച്ച് നമ്മൾ ഈ മാസവും ഓഫർ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് പുതിയ സ്റ്റോക്കുകൾ നമുക്ക് വന്നിട്ടുണ്ട്. പുതിയ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആക്സറീസ് ആയാലും നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫിനാൻസ് സൗകര്യം നമുക്ക് അവൈലബിൾ ആണ്. വണ്ടി വിലയുടെ 95% വരെ ഫിനാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. മാരുതി അല്ലാത്ത മോഡലുകളും അതർ ബ്രാൻഡ് മോഡലുകളും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 9 വർഷം വരെ പഴക്കമുള്ള വണ്ടികൾക്ക് വാറണ്ടിയും വരുന്നുണ്ട്. പിന്നെ കൂടാതെ ഫ്രീ സർവീസും നമുക്ക് അവൈലബിൾ ആണ്. റീഫർബിഷ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ജെന്യൂൻ ആയിട്ടുള്ള വണ്ടികളാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ എങ്ങലൂർ സിഗ്നലിൽ നിന്ന് അടിമാലി പോകുന്ന റൂട്ടിലാണ് നമുക്ക് ഷോറൂം വരുന്നത്. പോപ്പുലർ ട്രൂ വാലി ആണ് നമുക്ക് ഷോറൂം. ഗൂഗിൾ മാപ്പിൽ ട്രൂ വാലി തൊടുപുഴ എന്ന് അടിച്ചാലും നമ്മുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്. എല്ലാ കാറുകളും മാരുതി സുസുക്കി എഞ്ചിനീയർമാർ 376 ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാക്കി സർട്ടിഫൈ ചെയ്തതിനു ശേഷമാണ് ട്രൂ വാല്യൂവിലൂടെ വിൽക്കുന്നത്. ആവശ്യമായ റിപ്പയറുകൾക്കായി മാരുതി ജെനുവിൻ പാർട്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. സർട്ടിഫൈ ചെയ്ത കാറുകൾക്ക് 1 വർഷം വരെ വാറന്റിയും 3 സൗജന്യ സർവീസും ലഭിക്കും. വാഹനത്തിന്റെ ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, സർവീസ് ഹിസ്റ്ററി തുടങ്ങിയ എല്ലാ രേഖകളും കൃത്യമായി പരിശോധിക്കുകയും സുതാര്യത ഉറപ്പുവരുത്തുകയും ചെയ്യുകയും ഫ്ലഡ് അഫക്റ്റഡോ ടാക്സി കാറുകളോ കിലോമീറ്ററിൽ കൃത്രിമത്വം കാണിച്ചതോ കാറുകൾ പോപ്പുലർ ട്രൂ വാല്യൂവിൽ വിൽപ്പന നടത്തുകയില്ല. ഉപഭോക്താക്കൾക്ക് പുതിയ കാർ വാങ്ങുന്ന അതേ അനുഭവം നൽകിക്കൊണ്ട് ഉപയോഗിച്ച കാറുകൾ വാങ്ങാനും വിൽക്കുവാനും കൈമാറ്റം ചെയ്യുവാനുമുള്ള സേവനമാണ് തൊടുപുഴ ട്രൂ വാല്യൂ ഷോറൂമിലൂടെ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8086088855 8589992653 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ബിസിനസ് ഡെസ്ക് BBC ന്യൂസ്. പന്നൂർ നന്മ കുടുംബ കൂട്ടായ്മയുടെ 6ാമത് വാർഷിക പൊതുയോഗവും പുതുവത്സരാഘോഷവും നടന്നു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാത്യു കെ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. നന്മ കൂട്ടായ്മ പ്രസിഡന്റ് മഞ്ജു സാജൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികളായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാത്യു കെ ജോണിനെയും വാർഡ് മെമ്പർ ഷീജ ജനീഷിനെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. പന്നൂർ നന്മ കുടുംബ കൂട്ടായ്മയുടെ 6ാമത് വാർഷിക പൊതുയോഗവും പുതുവത്സര ആഘോഷവും നടന്നു. പ്രസിഡന്റ് മഞ്ജു സാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാത്യു കെ ജോൺ ഉദ്ഘാടനം ചെയ്തു. പുതിയൊരു വർഷം വന്നു. കഴിഞ്ഞ വർഷം 2025 കുറച്ച് നന്മകളും അതുപോലെ മോശവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ നന്നായി ഇനിയും ഒട്ടനവധി അത് ഒരു ചാരിറ്റി ആയാലും മറ്റ് ആവശ്യങ്ങളൊക്കെ ആണെങ്കിലും ഈ 10 പേർക്ക് 10 പേർക്കല്ല ഇതിന് പുറത്ത് എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെല്ലാം ഒരു മനസ്സോടെ മുന്നോട്ട് പോവുകയാണ്. ഒരു സംശയവും വേണ്ട. എല്ലാവരും ഒന്നിച്ച് നിൽക്കും. അത് നിങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ മുഖം തന്നെ കണ്ടറിയാം. വളരെ ഊർജ്ജസ്വലമായിട്ടാണ് നിൽക്കുന്നത്. ഇനി അടുത്ത വർഷം ഇതിന് വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ ഈ യൂണിറ്റിൻ്റെ ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. യോഗത്തിൽ വാർഡ് മെമ്പർ ഷീജ ജനീഷ്, നന്മ യൂത്ത് വിംഗ് ഭാരവാഹികളായ ഗൗതം സുനീഷ്, അമ്പാടി രാജു എന്നിവർ ആശംസകൾ നേർന്നു. ലീലാമ്മ ജോസ് വരവ് ചെലവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ജനപ്രതിനിധികളായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാത്യു കെ ജോണിനെയും വാർഡ് മെമ്പർ ഷീജ ജനീഷിനെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. സെക്രട്ടറി ദീപ സുനീഷിന്റെ നന്ദി പ്രകാശനത്തിന് ശേഷം സ്നേഹബിരുദം ആരവം 2026 കലാസന്ധ്യയും ഉണ്ടായിരുന്നു.
ശബരിമലയിൽ പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. അടിമാലി വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. വാളറ ടൗണിന് സമീപം ദേശീയപാത 85-നരികിലാണ് വിശ്രമ കേന്ദ്രമുള്ളത്. മുമ്പ് സ്വകാര്യ വ്യക്തികൾക്ക് കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകിയിരുന്നു. നിലവിൽ കേന്ദ്രം അടഞ്ഞുകിടക്കുകയാണ്. ടൂറിസം വകുപ്പ് നേരിട്ട് നടത്തിയാൽ പോലും വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ഇങ്ങനെ കാട് കയറി നശിക്കുന്നത്. 1987 ഫെബ്രുവരി 27-നാണ് വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വഴിമധ്യേ താമസിക്കുവാനും വിശ്രമിക്കുവാനും സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ വർഷം പലത് പിന്നിടുമ്പോഴും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കെട്ടിട സ്ഥല സൗകര്യങ്ങൾ ഇനിയും ടൂറിസം വകുപ്പ് വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയിട്ടില്ല. മുമ്പ് സ്വകാര്യ വ്യക്തികൾക്ക് കരാറടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകുകയായിരുന്നു ഈ കെട്ടിടം പ്രവർത്തിച്ചു വന്നിരുന്നത്. നിലവിൽ കേന്ദ്രം അടഞ്ഞു കിടക്കുകയാണ്. കെട്ടിടവും പരിസര പ്രദേശങ്ങളും കാട് കയറി മൂടിയിട്ടുള്ള സ്ഥിതിയുമുണ്ട്. പരിപാലനമില്ലാതെ കിടന്ന ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം ക്രമേണ നാശത്തിലേക്ക് കൂപ്പുകുത്തും. സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്ന സ്ഥല സൗകര്യങ്ങൾക്കൊപ്പം നേര്യമംഗലം വനമേഖലയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നതും കൂടിയാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ടൂറിസം വകുപ്പ് നേരിട്ട് നടത്തിയാൽ പോലും വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ഇങ്ങനെ കാട് കയറി നശിക്കുന്നത്. നിലവിലെ കെട്ടിട സ്ഥല സൗകര്യങ്ങൾ വൃത്തിയാക്കുകയും മോടി പിടിപ്പിച്ച് സഞ്ചാരികളെ ആകർഷിക്കും വിധം താമസ സൗകര്യമൊരുക്കിയാൽ പദ്ധതിയിലൂടെ ടൂറിസം വകുപ്പിന് മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്താം. സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയാലും പദ്ധതി പരിപാലനമില്ലാതെ നശിക്കുന്നത് ഒഴിവാക്കാം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ധനുമാസത്തിലെ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവാതിര അവതരിപ്പിച്ചു. ഇടവെട്ടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി പേരാണ് പങ്കെടുത്തത്. മുതിർന്നവർക്കൊപ്പം പെൺകുട്ടികളും ക്ഷേത്രാങ്കണത്തിൽ നടത്തപ്പെട്ട തിരുവാതിരയിൽ അണിനിരന്നു. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ്. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ്. ഭഗവതിക്കു തിരുനോൽമ്പാണ്. ഉണ്ണരുത് ഉറങ്ങരുത്. ഭഗവതിക്കു തിരുനോൽമ്പാണ്. ഉണ്ണരുത് ഉറങ്ങരുത്. ആടേണം പോൽ പാടേണം പോൽ തുടിക്കേണം പോൽ. മനോഹരമായ വീടുകൾക്ക് അടിത്തറയിടുന്ന ചെല്ലപ്പൻ മേസ്ത്രിക്ക് ഓടക്കുഴൽ വായന ഒരു ഹരമാണ്. ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കാതെ സ്വയം അഭ്യസിച്ചെടുത്തതാണ് ഈ വിദ്യ. അച്ഛന്റെ ഓടക്കുഴൽ വായന കേട്ട് പഠിച്ചു. പിന്നീട് സ്വന്തമായി ഓടക്കുഴൽ വാങ്ങി മാനസിക സന്തോഷത്തിനായി വെറുതെ വായിച്ചു തുടങ്ങി. അറക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തി. തുടർന്ന് നിരവധി ക്ഷേത്രങ്ങളിലും മർച്ചന്റ്സ് അസോസിയേഷൻ പോലുള്ള സംഘടനകളിലും പ്രോഗ്രാം ചെയ്തു വരുന്നു. മതമൈത്രിയുടെ സന്ദേശമാണ് ചെല്ലപ്പൻ മേസ്ത്രി ഓടക്കുഴലിലൂടെ പകർന്ന് തരുന്നതിലേറെയും. ചെല്ലപ്പൻ മേസ്ത്രിയുടെ കരം തൊട്ടാൽ പാടാത്ത ഓടക്കുഴലില്ല. 16-ാമത്തെ വയസ്സിലാണ് ചെല്ലപ്പൻ മേസ്ത്രിപ്പണി ആരംഭിച്ചത്. അച്ഛൻ വേലായുധനൊപ്പമായിരുന്നു ജോലി. ഇലവിട പൂഞ്ചിറ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സമീപമുള്ള ചക്കിക്കാവ് സെന്റ് മേരീസ് പള്ളിയുടെ നിർമ്മാണമായിരുന്നു ആദ്യം ചെയ്ത ജോലി. ജോലി ആരംഭിച്ച അതേ വർഷം തന്നെ ഓടക്കുഴൽ വായനയും ആരംഭിച്ചു. അച്ഛൻ ഓടക്കുഴൽ വായിക്കുന്നത് കണ്ടും കേട്ടുമാണ് വായിക്കാൻ പഠിച്ചത്. ഇതിനായി സ്വന്തമായി ഓടക്കുഴൽ വാങ്ങി. 7 സ്വരങ്ങളുടെയും നോട്ടുകൾ സ്വന്തമായി തയ്യാറാക്കുകയായിരുന്നു പരിശീലനം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഓടക്കുഴൽ വായന വലിയ ഇഷ്ടമാണ് ചെറുപ്പം മുതൽ. അപ്പോൾ 15-ാമത്തെ വയസ്സിൽ ഒരു ആർക്കുളം അമ്പലത്തിൽ ഒരു ഉത്സവം നടന്നു. അന്നേരം ഒരു ഓടക്കുഴൽ, അന്ന് 4 അണയുള്ള ഒരു ഓടക്കുഴൽ. ആ ഓടക്കുഴൽ മേടിച്ചിട്ട് ഞാൻ ശ്രീകൃഷ്ണമാവിൻ്റെ അടുത്ത് ചെന്ന് നെറ്റിക്കാട്ട് ആർക്കുള്ളത്. അപ്പം നെറ്റിക്കാട്ട് പോയി ആ ഓടക്കുഴൽ നട വെച്ചിട്ട് ഭഗവാനെ എന്നെ ഇതൊന്ന് പഠിപ്പിക്കണം എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പോന്നു. അന്ന് വരെ ഊതി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഞങ്ങൾ ചെറുതായിട്ട് പഠിച്ചത്. പിന്നെ വേറെ ആരുടെ അടുത്ത് ഞാൻ പോയിട്ടുമില്ല. ശാസ്ത്രീയമായി ഒന്നും പഠിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല. പല ആശാന്മാരുടെ ഞാൻ ചോദിച്ച് പറഞ്ഞു, ഇത് ഓടക്കുഴൽ ഇതിന് 6 വർഷം പഠിക്കണം എന്ന് പറഞ്ഞു. 6 വർഷം തുടർച്ചയായിട്ട് 6 വർഷം. നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ കടന്നു പോകണം. അതിരാവിലെ എഴുന്നേറ്റ് പരിശീലനം നടത്തും. പിന്നീട് ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം രാത്രിയിൽ വീണ്ടും പരിശീലനം നടത്തും. വീടിന് സമീപമുള്ള ആർക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലായിരുന്നു ഓടക്കുഴൽ വായിച്ച് അരങ്ങേറ്റം നടത്തിയത്. ഹൈന്ദവ ക്രിസ്ത്യൻ കീർത്തനങ്ങളാണ് ഓടക്കുഴൽ കയ്യിലെടുത്താൽ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടിയെത്തുന്നത്.
മതമൈത്രിയുടെ സന്ദേശമാണ് ചെല്ലപ്പൻ മേസ്ത്രിയുടെ ഓടക്കുഴലിലൂടെ പുറത്തുവരുന്നവയിൽ ഏറെയും. നിരവധി ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും ഗാനമേള ടീമിനൊപ്പവും ചെല്ലപ്പൻ പാടിയിട്ടുണ്ട്. തീർത്ഥാടന കേന്ദ്രമായ തുമ്പച്ചി കുരിശുമലയിൽ വർഷങ്ങൾക്ക് മുൻപ് ഫാദർ തോമസ് ഓലിക്കൽ ഇടവക വികാരിയായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്ന ഗാനം ഓടക്കുഴലിൽ വായിച്ചത് മനസ്സിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. ഗുരുവായൂർ ക്ഷേത്രം, തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കാഞ്ഞിരമറ്റ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ കീർത്തനങ്ങൾ വായിച്ചിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലോ 30ാമത്തെ വയസ്സിൽ ഗുരുവായൂർ പോയപ്പോ നമ്മൾ ക്യൂ നിന്നു. രാത്രിയിൽ വെളുപ്പിന് തുടരണമല്ലോ. ക്യൂ നിന്നപ്പം എൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ പേര് ഓടക്കലുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ക്യൂ നിൽക്കുക. അപ്പോൾ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറി, മധുക്കെട്ടിന് ഉള്ളിൽ കയറി ഭഗവാന്റെ വിഗ്രഹമായിട്ട് ഏതാണ്ട് ഒരു 35 കാലമുള്ളൂ. അപ്പം ഞാൻ ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഈ ഭഗവാനെ എൻ്റെ ഓടക്കൽ വായന കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അന്നേരം തന്നെ ഈ ഓടക്കൽ അവനോട് മേടിച്ചിട്ട് ഞാൻ ഈ ഓടക്കൽ ചിത്തിമന്ദാരം തുളസി ആ ഭഗവാന്റെ പാട്ട് ഞാനോട് വെച്ച് പാടി. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഓരോ കീർത്തനവും ഈശ്വരാർച്ചനയായി അർപ്പിക്കുമ്പോൾ ഉള്ളിൽ ആനന്ദം നിറയും. ഇതാണ് ചെല്ലപ്പൻ മേസ്ത്രിയുടെ നാദോപാസനയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന മർമ്മം. കുടയത്തൂർ ശരംകുത്തി ക്ഷേത്രത്തിലെ മേൽശാന്തി 15 വർഷം മുമ്പ് നല്ല വിലയുള്ള ഓടക്കുഴൽ സമ്മാനമായി നൽകി. ഈ ഓടക്കുഴൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ വായിക്കുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ, റെസിഡൻസ് അസോസിയേഷൻ, കുടുംബ സമ്മേളനങ്ങൾ എന്നിങ്ങനെ വിവിധ സംഘടനകളുടെ പരിപാടികളിൽ ഓടക്കുഴൽ വായനയിലൂടെ അനേകരെ ആവേശഭരിതരാക്കാനും അസ്വസ്ഥമായ മനസ്സുമായി കടന്നുവരുന്നവരെ പ്രശാന്തിയിലേക്ക് നയിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിരവധി സിനിമാ ഗാനങ്ങളും വായിച്ചിട്ടുണ്ട്. അവയോരോന്നും ഈണത്തിൽ വായിക്കുന്നത് കേട്ടാൽ ആരും ഒരു നിമിഷം നിന്നുപോകും. 15 വർഷമായി ഇദ്ദേഹം യോഗ അഭ്യസിക്കുന്നുണ്ട്. പ്രായം 78 മേസ്ത്രി ജോലിയും ഓടക്കുഴൽ വായനയും ഇദ്ദേഹത്തിന് ഇന്നും ഹരമാണ്. ആരോഗ്യം ദൈവത്തിന്റെ ദാനമായതിനാൽ അധ്വാനത്തെ ഈശ്വരാർച്ചനയായാണ് ഇദ്ദേഹം കാണുന്നത്. കാഞ്ഞിരമറ്റം സൂര്യൻകുന്തൽ രത്നമ്മയാണ് ഭാര്യ. മക്കൾ നിർമ്മല, രാജേഷ്, സത്യൻ. ആൺമക്കൾ 2 പേരും മേസ്ത്രിമാരാണ്. ഇതിനു പുറമെ അച്ഛൻ ചെല്ലപ്പനും രാജേഷും ശില്പങ്ങളുടെ നിർമ്മാണത്തിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ഗുരുവന്ദനം ശ്രീ ഗുരുവന്ദനം കരുണാമയ നിനക്കഭിനന്ദനം പരമാണു പൊരുൾ പണ്ട പരമാത്മേ വരദാനമിവനെ കനിയേണമേ. ഗുരുവന്ദനം ശ്രീ ഗുരുവന്ദനം കരുണാമയ നിനക്കഭിനന്ദനം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനു തിരുവചനങ്ങൾ ചെയ്ത ഗുരുദേവനെ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനു തിരുവചനങ്ങൾ ചെയ്ത ഗുരുദേവനെ. മതമേതായാലും തൻ പദയാത്രയിൽ മനുഷ്യന്റെ കഥയിന്നു ശുഭമാകണം. ന്യൂസ് ബ്യൂറോ, അറക്കുളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ ലക്ഷ്യമിടുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഭവന സന്ദർശനത്തിന് ഇടുക്കി ജില്ലയിൽ തുടക്കമായി. 2026 ആദ്യത്തെ താലൂക്ക് വികസന സമിതി യോഗം തൊടുപുഴ സിവിൽ സ്റ്റേഷനിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടുകൊമ്പന്മാർ റോഡിലിറങ്ങുന്ന പ്രവണത വർദ്ധിച്ചത് ആശങ്കയാകും. മൂന്നാറിൽ വീണ്ടും വിനോദസഞ്ചാരികൾക്ക് നേരെ കയ്യേറ്റം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്നാർ നഗർ റോഡിലായിരുന്നു സംഭവം നടന്നത്. അടിമാലി വാളറയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രം കാട് കയറി നശിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.